നമസ്കാരം. എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയത് എവിടെയാണ്, ഏറ്റവും കൂടുതൽ ROI അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത് എവിടെയാണ്, നമുക്ക് നല്ലൊരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഇത്ര റിട്ടേൺ കിട്ടുന്ന നല്ല ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പുതിയ സ്കില്ല് കഴിവുകൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്രയാണോ അത് നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്, സ്കില്ലിന് വേണ്ടി ചിലവാക്കുന്ന പൈസ, അതിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് ആ ഒരു സ്കില്ല് വെച്ചിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. കാരണം ഒരു യൂണീക്കായിട്ട് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ എമൗണ്ട് കൊടുത്ത് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് പഠിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു സ്കില്ല് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് ഉണ്ടാക്കാം. അത് യുണീക്ക് സ്കില്ലാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണോ ചോദിക്കുന്നത് അതാണ് അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ 10 മടങ്ങായിട്ട് എമൗണ്ട് പൈസ നമുക്ക് തരുന്നത്. അതിപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ അത് യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു വാല്യൂ അത് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് പൈസ തരും. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ സാലറി ആയിട്ടും പ്രോഫിറ്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് പല രീതികളിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻകം ഒരുപാട് കൂട്ടാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ നമ്മൾ കോഴ്സുകൾ പഠിക്കേണ്ടി വരും, ചിലപ്പോൾ പുറം രാജ്യങ്ങളിൽ പോയിട്ട് കോഴ്സുകൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കേണ്ടി വരും, പല രീതികളിൽ പഠിക്കാം. അപ്പോൾ അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളൊന്നുമുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ തന്നെ നമ്മളെ സ്കില്ല് പോളിഷ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വേറൊരു സ്കില്ല് നെക്സ്റ്റ് ജനറേഷനായിട്ടുള്ളൊരു സ്കില്ല് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്കില്ല് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻറ്റ് 10 മടങ്ങ് വികസിക്കും. കാരണം ഈ ഒരു സ്കില്ല് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടാവും. അവർക്ക് നമുക്കിത് വാല്യൂ കൊടുത്ത് അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് നമുക്ക് പൈസ വാങ്ങിക്കാം. ഇതൊരു ജനറലായിട്ടുള്ളൊരു കാര്യമാണ്, വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ പല ആൾക്കാരും ഇതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കില്ല.